പുതിയ കുപ്പിയിൽ. അതെ, വീണ്ടും അതായത് ഇവരൊക്കെ നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്ന പോലെ നേതാക്കന്മാരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രവർത്തകരും അണികളും ഒക്കെ പുറത്തുള്ളത് കൊണ്ട് വീണ്ടും പുതിയ പേരിൽ പുതിയ പുതിയ സംഘടനകൾ വരാമെന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം കണ്ടെത്തുക. കഴിഞ്ഞ ദിവസം ED MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് സാമ്പത്തിക ക്രമക്കേട് കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോഴാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഈ പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധത്തിൽ ചില നിർണായക തെളിവുകൾ ലഭിക്കുന്നത്. അപ്പോൾ EDയുടെ കയ്യിൽ നിന്ന് NIAയിലേക്ക് കൂടി ഈ അന്വേഷണം പോകേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന് ED റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. PFI ഭീകരർ നിരോധനത്തിന് പിന്നാലെ SDPIയിൽ നുഴഞ്ഞു കയറുകയായിരുന്നു എന്നാണ് വിവരം. ജിജീഷ് കരുണാകരൻ ചേർന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഈ EDയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കും തോന്നിയിരുന്ന സംശയമാണ് സാമ്പത്തിക ക്രമക്കേടുകൾക്കപ്പുറം അത് വിദേശ ഫണ്ട് സ്വീകരിച്ചതടക്കം ആയിക്കോട്ടെ, ചില സോഴ്സുകൾ പോലും അറിഞ്ഞുകൂടാത്ത പണം കൈപ്പറ്റി എന്നതിലുമായിക്കോട്ടെ, ഈ സാമ്പത്തിക ക്രമക്കേടുകൾക്കും അപ്പുറം SDPI എന്ന സംഘടന വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണോ എന്ന തരത്തിലായിരുന്നു വാർത്താക്കുറിപ്പിൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ NIA കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണത്? വീണ, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം NIA ദേശീയ അന്വേഷണ ഏജൻസി ആയിരുന്നു ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ SDPIയുടെയും ഒപ്പം തന്നെ അതിൻ്റെ പോപ്പുലർ ഫ്രണ്ടിനെയും അതിനെ നിയന്ത്രിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അത് തമ്മിൽ ഉള്ള ബന്ധം വ്യക്തമാക്കുന്ന നിരവധി പ്രാഥമികമായ വിവരങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ടും രാജ്യവിരുദ്ധ കേസുമായി ബന്ധപ്പെട്ടുമായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഉണ്ടായത്. 2023 മാർച്ചിൽ 55ഓളം പേരെ പ്രതി ചേർത്തുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി അക്കാര്യത്തിൽ കുറ്റപത്രം ആദ്യഘട്ടത്തിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വിശദമായി തന്നെ SDPIയെ കേന്ദ്രീകരിച്ചു കൂടിയുള്ള അന്വേഷണത്തിലേക്ക് അവർ നീങ്ങിയത്. ആ അന്വേഷണത്തിലാണ് PFI നിരോധിത ഭീകര സംഘടനയിൽ അംഗമായിരുന്ന ആളുകൾ അതേപടി, അല്ലെങ്കിൽ അതിലെ മുഴുവൻ ആളുകളും SDPIയിലേക്കായിരുന്നു ചേക്കേറിയത്. അവിടെ SDPIയിലാണ് അവർക്കിപ്പോഴും സംരക്ഷണം ലഭിക്കുന്നത്. രണ്ട് സംഘടനകളും, അതായത് PFI നിരോധിത ഭീകര ഗ്രൂപ്പായ PFI ആണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ രൂപമായി നിരോധിക്കപ്പെടാതെ ഇപ്പോഴും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന SDPI ആണെങ്കിലും തന്നെ ഒരേ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യവിരുദ്ധതയാണ് അതിൻ്റെ എല്ലാം മുഖമുദ്ര എന്ന് മാത്രമല്ല, ഈ PFI നിരോധിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അംഗങ്ങൾ ഈ SDPIയിലേക്ക് മാറുന്നു. പിന്നീട് അവരുടെ പ്രവർത്തനം SDPIയിലൂടെ എങ്ങനെയായിരുന്നോ നേരത്തെ PFIയിൽ പ്രവർത്തിച്ചിരുന്നത് അതിന് സമാനമായ രീതിയിൽ SDPIയിൽ അംഗത്വം എടുത്തുകൊണ്ട് SDPIയിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങൾ അടക്കം നിരവധി തവണ ഇതിൻ്റെ റിപ്പോർട്ടുകൾ കൈമാറിയിരുന്നു. PFI സംഘങ്ങൾ, PFI ഭീകരവാദികൾ SDPIയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. SDPI PFIയുടെ മറ്റൊരു മുഖമാണ്. ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ച് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് വിവിധ അന്വേഷണ ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തുന്നതും അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത ലഭിക്കുന്നത്. മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും ഇലക്ഷൻ സമയത്ത് SDPIയുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലടക്കം ഈ നിരോധനത്തിന് ശേഷവും PFIയുടെ കൃത്യമായി തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടായിരുന്നു. 4 കോടിയോളം രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം അവർക്ക് പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ SDPIക്ക് PFI സംഘങ്ങൾ നൽകുകയുമെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് MK ഫൈസിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. കാരണം ഈ ഒരു നിരോധന സമയത്ത്, PFIയുടെ നിരോധന സമയത്ത് ഫൈസി തന്നെയായിരുന്നു 2018 മുതൽ ഈ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ തുടരുന്ന ആളാണ്. മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അറിയാം എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലെല്ലാം തന്നെ PFIയുടെ നിരോധനത്തിന് ശേഷം നിരവധി രഹസ്യ യോഗങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചേർന്നിരുന്നത്. എങ്ങനെ ഇതിൻ്റെ തങ്ങളുടെ രാജ്യവിരുദ്ധ ആശയങ്ങൾ തുടർന്നും പ്രാവർത്തികമാക്കാൻ കഴിയും, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് തന്നെയായിരുന്നു ഈ രഹസ്യ യോഗങ്ങളിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. PFIയുടെ കേഡറുകൾ എന്നറിയപ്പെടുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ, ആയുധ പരിശീലനം അടക്കം നേടിയിട്ടുള്ള PFI ഗ്രൂപ്പുകൾ അവരുടെ പരിശോധനയിൽ അല്ലെങ്കിൽ അവരുടെ രഹസ്യ യോഗങ്ങളിൽ പ്രധാനമായും ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് തുടർന്ന് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള യോഗങ്ങളിൽ SDPIയെ പ്രതിനിധീകരിച്ചടക്കം ആളുകൾ പങ്കെടുത്തു എന്നതിൻ്റെ വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ രണ്ട് സംഘടനകളും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് ഒരേ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റുന്നു. രണ്ടിൻ്റെയും ഒരേ രൂപമാണ്, ഒരേ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് വ്യക്തമായി. മാത്രമല്ല, റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത രേഖകളിൽ മാത്രമല്ല, ഇതിനു മുമ്പ് PFI ഓഫീസുകളിൽ വ്യാപകമായി ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള റെയ്ഡ്. അത് ആലുവയിലടക്കം, എറണാകുളം ജില്ലയിൽ ആലുവയിൽ കുഞ്ഞിക്കര
കൊട്ടാരക്കരയിലടക്കം ഇത്തരത്തിൽ പരിശോധനകൾ നടന്നിരുന്നു. കോഴിക്കോട് PFIയുടെ ആസ്ഥാനത്ത് പരിശോധനകൾ നടന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘത്തിന് നേരത്തെ NIAക്ക് ലഭിച്ചിരുന്നു. ആ തെളിവുകളിലും SDPIയുടെയും PFIയുടെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും എങ്ങനെയാണ് PFI SDPIയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്, യോഗങ്ങളിലേക്ക് PFIയുടെ യോഗങ്ങളിലേക്ക് SDPIയുടെ ആളുകൾ പ്രതിനിധികളായി എത്തിയത്, മറിച്ച് SDPIയുടെ യോഗങ്ങളിൽ PFIയുടെ പ്രതിനിധികൾ എങ്ങനെ എത്തി എന്നതെല്ലാം സംബന്ധിച്ച് ഇതിനുശേഷവും SDPI നേതാക്കളുടെ വിവാദമായ നിരവധി പരാമർശങ്ങളും പ്രസംഗങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു PFIയെ പിന്തുണച്ചുകൊണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് രണ്ട് സംഘടനകളും ഒരുപോലെ പ്രവർത്തിക്കുന്നു, ഒരേ ഭീകരവാദ ആശയങ്ങളുടെ പ്രചാരകരായി മാറുന്നു എന്നത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് തന്നെയാണ് നിർണായക വിവരങ്ങൾ NIA ശേഖരിച്ചിരിക്കുന്നതും കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നതും. അതെ, SDPIയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ നിരീക്ഷിക്കുന്നു. അതിൻ്റെ ദേശീയ അധ്യക്ഷൻ അറസ്റ്റിലായതോടുകൂടിയാണ് ഇത്തരം അന്വേഷണങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അതേസമയം EDയുടെ റെയ്ഡ് ഇന്നലെ കേരളത്തിലടക്കം 12 ഇടങ്ങളിലാണ് ED റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് അതായത് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് കണ്ടെത്തിയതോടെയാണ് SDPIക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SDPI ഓഫീസുകളിൽ നടത്തിയ റെയ്ഡ് ഡിജിറ്റൽ ഉപകരണങ്ങൾ വരെ പിടിച്ചെടുത്തതാണ്. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും അറിയുന്നുണ്ട്. ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടെയാണ് SDPI പ്രവർത്തിച്ചതെന്ന് ED റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ SDPI കേന്ദ്രങ്ങളിൽ ED നടത്തിയ റെയ്ഡ് അർദ്ധരാത്രി വരെ തുടർന്നു. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിനീഷും ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും വിവരങ്ങൾ നൽകും. ജിഷ്ണുവിലേക്ക് പോകാം. കാരണം വിനീഷിൽ നിന്ന് ജിഷ്ണുവിലേക്ക് എത്താം. വിനീഷ്, ഇന്നലെ അർദ്ധരാത്രി വൈകിയും ഈ സംസ്ഥാന ഓഫീസിൽ റെയ്ഡ് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തും നടന്നിരുന്നുവെങ്കിലും അത് നേരത്തെ തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഇത്ര അധികം സമയം ഈ റെയ്ഡ് നടക്കാനിടയായ സാഹചര്യം എന്താണ്? അവിടെ ഈ SDPIയുടെ നേതാക്കൾ വന്നിരുന്നോ? ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ മൊഴിയെടുക്കലുകളോ മറ്റോ ഉണ്ടായോ? എന്തെങ്കിലും പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയോ? വിവരങ്ങൾ എന്താണ്? SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് തിരുവനന്തപുരം പാളയത്തുള്ളത്. ഈ പാളയത്തിലെ ഓഫീസാണ് രാവിലെയോടുകൂടി ED ഉദ്യോഗസ്ഥർ എത്തുന്നതും ഒരു 11:30 മണിയോടുകൂടി തന്നെ ഇവർ റെയ്ഡ് ആരംഭിക്കുന്നതും. പ്രതീക്ഷിക്കാത്ത ഒരു റെയ്ഡായിരുന്നു EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമോ സംസ്ഥാന പോലീസോ അറിയാതെയുള്ള ഒരു പെട്ടെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു റെയ്ഡായിരുന്നു EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രേഖകൾ, ലഘുലേഖകൾ അടക്കമുള്ളവ ED ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഈ SDPIയുടെ സാമ്പത്തിക സ്രോതസ്സിന് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ EDക്ക് നേരത്തെ തന്നെ ദേശീയ തലത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ SDPIയുടെ അന്തർദേശീയ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ നിന്നാണ് SDPIയിലേക്ക് ലഭിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ EDയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ രേഖകളും പരിശോധിച്ചു, ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ചു. ഇതിൽ നിന്നൊക്കെ നിർണായകമായ തെളിവുകൾ EDക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം PFI ഉൾപ്പെടെയുള്ളവരുമായുള്ള പഴയ കേന്ദ്ര സർക്കാർ നിരോധിച്ച PFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ആ സംഘടനകളുമായി അല്ലെങ്കിൽ ആ സംഘടനകളുടെ പ്രതിനിധികളുമായി ഇപ്പോഴും ബന്ധം ഈ SDPI നേതാക്കളും SDPI പ്രവർത്തകരും ബന്ധം വച്ചു പുലർത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള സംശയവും ഇപ്പോൾ EDക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ED എത്തി പരിശോധന തുടങ്ങിയ സമയം മുതൽ തന്നെ SDPIയുടെ നിരവധി നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് EDക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം SDPI നേതാക്കൾ ഉന്നയിക്കുന്ന ഘട്ടവുമുണ്ടായി. എന്തായിരുന്നാലും അർദ്ധരാത്രി ആയിട്ട് പോലും EDയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ED സംസ്ഥാന SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തുമ്പോൾ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി മാത്രമായിരുന്നു ഓഫീസിലുണ്ടായിരുന്നത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ ED ഉദ്യോഗസ്ഥർ റെയ്ഡാണ് എന്ന വിവരം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി അറിയിക്കുമ്പോൾ അദ്ദേഹം ചെറിയ തോതിൽ എതിർത്തെങ്കിലും പിന്നീട് തങ്ങൾ ED നിലവിൽ സുരക്ഷാ സേനയുമായാണ് ED എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ SDPI നേതാക്കൾക്ക് മനസ്സിലാക്കി
ഉണ്ടായതിന് തുടർന്നാണ് പിന്നീട് പരിശോധനയ്ക്ക് വഴങ്ങാനായി SDPI നേതാക്കളും തയ്യാറായത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള പരിശോധന SDPIയുടെ പാളയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടത്തിയത്. ഈ പരിശോധനയിലാണ് ഡിജിറ്റൽ രേഖകളും മറ്റു തെളിവുകളും ലഘുലേഖകൾ അടക്കമുള്ളവ ED പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് തുടരന്വേഷണത്തിലേക്ക് ED വരും ദിവസങ്ങളിലേക്ക് കടക്കും. SDPIയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, വിദേശത്ത് നിന്ന് SDPIക്ക് ലഭിക്കുന്ന പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ചുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ തന്നെയാണ് ED ഈ ഡിജിറ്റൽ രേഖകളുടെ തെളിവുകൾക്കായി ഇപ്പോൾ SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വീണ. അതെ വിനീഷ, അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഈ SDPIക്കെതിരെയുള്ള റെയ്ഡ് അടക്കമുള്ള നടപടികൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അത് ഇന്നലെയും തുടർന്നു. കേരളത്തിൽ മാത്രമല്ല, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഈ SDPIയുടെ പ്രവർത്തനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇന്നലെ റെയ്ഡ് നടന്നു. കൂടുതൽ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ജിഷ്ണുകൃഷ്ണൻ. വിനോദ, വീണ, നമസ്തേ, ഗുഡ് മോർണിംഗ്. SDPIക്കെതിരെ നടത്തിയിട്ടുള്ള പരിശോധനകൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മാത്രം നടന്ന 12 ഇടങ്ങളിൽ നടന്നിട്ടുള്ള റെയ്ഡ്, അതിനു മുൻപേ നടത്തിയിട്ടുള്ള പരിശോധനകൾ IBയും ഒപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളും ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ SDPIക്കെതിരെ ഒരു കടുത്ത നടപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന എത്രത്തോളം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയോ അതിലെല്ലാം SDPIയും ഭാഗമായിരുന്നു. SDPIയും ആ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഏജൻസികളും എല്ലാം തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുകയും പുറത്ത് പൊതുജനങ്ങൾക്കിടയിൽ മാത്രം ഒരു സാമൂഹിക സംഘടനയുടെ മുഖം വെച്ചുകൊണ്ടായിരുന്നു SDPIയുടെ പ്രവർത്തനം എന്ന് വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഒപ്പം ഇന്നലെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ 12 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. കേരളത്തിൽ 2 ഇടത്തും, ഒപ്പം ചെന്നൈയിലും ബാംഗ്ലൂരുവിലും ലക്നൗ, ജയ്പൂർ, ഡൽഹി തുടങ്ങി SDPIയുമായി ബന്ധപ്പെട്ട അവരുടെ ഓഫീസുകളിലും കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തെല്ലാം വിവരങ്ങളാണ് ഈ ഇന്നലെ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തത് എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഇതുവരെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഡിജിറ്റൽ ഉപകരണങ്ങളും പണമിടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും അന്വേഷണ ഏജൻസി പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. PFIക്ക് ലഭിച്ചിട്ടുള്ള ഭീകരവാദ ഫണ്ടിങ്, അതിൻ്റെ വലിയൊരു ശതമാനം SDPIക്ക് ലഭിച്ചു. അതിന് ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം SDPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും പോഷക സംഘടനകൾക്കെതിരെയും കൃത്യമായിട്ടുള്ള അവരുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള വിവരശേഖരണം കൂടി അന്വേഷണ ഏജൻസികൾ നടത്തിയിട്ടുണ്ട്. കാരണം PFIക്ക് വേണ്ടി വിദേശത്തു നിന്ന് ഉൾപ്പെടെ എത്തിയിട്ടുള്ള ഭീകരവാദവുമായി ബന്ധപ്പെട്ട അനധികൃത പണം അത് SDPIയിലേക്കും ഒപ്പം മറ്റ് ചില സ്ഥാപനങ്ങളിലേക്കും സംഘടനകളിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളത് ബാങ്ക് രേഖകളുടെ അടിസ്ഥാനത്തിൽ, പണമിടപാട് രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് SDPI പുറമെ ഈ ഫണ്ട് ലഭിച്ചത് ആർക്കൊക്കെയാണ്, ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ്, അവർ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള വിശദമായ അന്വേഷണം നേരത്തെ ഓപ്പറേഷൻ ഒക്ടോപസും PFIയുടെ നിരോധനത്തോടെയും ഈ ഭീകരവാദ ശക്തികൾക്കെതിരെയുള്ള അന്വേഷണവും തുടർ നടപടികളും കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നും അത് അതിശക്തമായി മുൻപോട്ട് പോവുകയാണ് എന്നുള്ളതുമാണ് നിലവിലെ നടപടികൾ വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് കൂടുതൽ പരിശോധനയും കൂടുതൽ അറസ്റ്റ് നടപടികളും ഒപ്പം SDPIക്കെതിരെയുള്ള കടുത്ത നടപടികളും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ വളരെ കൃത്യമായി രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരെ പ്രവർത്തിച്ചു, ഭീകരവാദ പ്രവർത്തനം നടത്തി എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിത ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചത്. ആ പോപ്പുലർ ഫ്രണ്ട് എത്രത്തോളം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി? കാരണം SDPIയുടെ യോഗങ്ങളിൽ PFIയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. SDPIയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ച അനധികൃത സാമ്പത്തികമായിരുന്നു SDPIയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അത്തരത്തിൽ PFI ആണ് SDPIയെ നിരോധിച്ചത്. PFIയുടെ നിരോധനത്തിന് ശേഷം വളരെ കൃത്യമായി ഭീകരവാദ ശക്തികൾ SDPIയിലും അതിൻ്റെ പോഷക സംഘടനകളിലും പിടിമുറുക്കിയിട്ടുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണവും നിഗമനവും കണ്ടെത്തലുമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ മുൻപോട്ട് പോകുമ്പോൾ എത്രത്തോളം അറസ്റ്റ് നടപടികൾ ഉണ്ടാകും? നേരത്തെ നമുക്കറിയാം ഓപ്പറേഷൻ ഒക്ടോപസ് നടത്തിക്കൊണ്ട് PFI ഭീകരവാദികളെ പിടികൂടിയപ്പോൾ അതിൽ ഭൂരിപക്ഷവും കേരളത്തിൽ നിന്നായിരുന്നു, മലയാളികളായിരുന്നു.
ഉണ്ടായിരുന്നു. ഒപ്പം ഈ ഭീകര സംഘടനയ്ക്ക് വേണ്ടി വിദേശത്ത് നിന്ന് സാമ്പത്തികം എത്തിച്ചതും മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ മലയാളികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുകളുടെ ഉടമസ്ഥർ പലരും ഇപ്പോൾ വിദേശത്ത് തന്നെ തുടരുകയാണ്. കാരണം അവർ ഏത് വിമാനത്താവളത്തിൽ ഏത് സ്ഥലത്ത് ഭാരതത്തിൽ വന്നിറങ്ങിയാലും അന്വേഷണ ഏജൻസികളുടെ പിടിയിൽപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം മറ്റൊരു നിർണായകമായ കാര്യം മുഹമ്മദ് കുട്ടി ഫൈസിയെ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളാണ് PFIക്കും STPIക്കും ഇടയിൽ ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മുഹമ്മദ് കുട്ടി ഫൈസിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പരിശോധനയും അറസ്റ്റ് നടപടികളും ഉണ്ടാകും. ഒപ്പം തീർച്ചയായും നടപടികൾ കൂടുതൽ കടുത്തത് തന്നെയാകും എന്നുള്ള കാര്യത്തിൽ തർക്കം, നിരോധനം വരെ ആയേക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അത്രയധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ റെയ്ഡിന് മുമ്പേ തന്നെ ED മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ കൂടുതൽ PFIയുടെ അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് SDPI നടത്തുന്നത്. പേരിൽ മാത്രമാണ് വ്യത്യാസം. അത് കൃത്യമായ അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനും തിരുവനന്തപുരത്തു നിന്നും വിനീഷും.